പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോസ്റ്റൽ മാനുവൽ വോളിയം 7 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RMSലെ കാര്യങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണുക. ഇറ്റ് ഈസ് എസെൻഷ്യലി നെസസറി ദാറ്റ് എവരി സോർട്ടിംഗ് അസിസ്റ്റന്റ് ഷുഡ് കമ്മിറ്റ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ഫോർ മെമ്മറി. അതായത് സോർട്ടിംഗ് ലിസ്റ്റ്, സോർട്ടിങ്ങിനെ സഹായിക്കുന്ന സോർട്ടിംഗ് ലിസ്റ്റ് ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റ് മെമ്മറൈസ് ചെയ്യണം. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവുണ്ടാകണം. Every sorting assistant should be conversant with the list of Indian post offices. ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റീവ് പോലത്തുള്ള അങ്ങനെ ആ ഐഡിയ വെച്ചേക്കുക. അപ്പം അതിനെക്കുറിച്ചുള്ള അറിവ് ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റ് വേണം. അത് സോർട്ടിങ്ങിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. യു മസ്റ്റ് thoroughly know the names of the all head post offices in India and names of the sub and branch post office under such head post office groups to be. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പേരുകൾ, അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഓഫീസ്, ബ്രാഞ്ച് ഓഫീസ്, ഇതിനെക്കുറിച്ചുള്ളതൊക്കെ അറിവ് ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റ് വേണം. Every sorting assistant should be conversant with the pin code of the all pin sorting districts in India and should be able to readily repeat or write down from memory the pin code of sorting districts. അതായത് സോർട്ടിംഗ് ഡിസ്ട്രിക്ട്സുകൾ പിൻകോഡ് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റില്ല, സോർട്ടിംഗ് ഡിസ്ട്രിക്ട്സുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് ഈ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവണമെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് ഓർമ്മയിലെടുക്കാനും അതൊക്കെ എഴുതാനും. അഡീഷൻസ് ആൻഡ് ആൾട്ടറേഷൻസ് ആർ പീരിയോഡിക്കലി മെയ്ഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസസ് ആൻഡ് ഇറ്റ് ഈസ് നെസസറി ദെയർഫോർ ദാറ്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് മേക്ക് ദംസെൽസ്. അതായത് ഈ ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസസ് ഉണ്ടല്ലോ, അതിനകത്ത് മാറ്റങ്ങൾ വരും, കൂട്ടിച്ചേർക്കലുകൾ വരും, മനസ്സിലായില്ലേ? അതൊക്കെ കാലാകാലങ്ങളിൽ പീരിയോഡിക്കലായിട്ട് ഉണ്ടാവും. അതെല്ലാം ഈ സോർട്ടിംഗ് അസിസ്റ്റന്റ് അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിരിക്കണം അദ്ദേഹത്തിന്റെ അറിവ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത്. നോ സോർട്ടിംഗ് അസിസ്റ്റന്റ് ക്യാൻ ബി എഫിഷ്യന്റ് അൺലെസ് ഹി നോസ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ബൈ ഹാർട്ട് ആൻഡ് ഹാസ് ആൻ ഇന്റിമേറ്റ് അക്വയറൻസ് വിത്ത് ദ ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസസ്. ഈ രണ്ട് കാര്യവും, അതായത് ഈ ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസസും പിന്നെ ഈ സോർട്ടിംഗ് ലിസ്റ്റ് കാണാതെയും അറിയാത്ത ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റിന് കഴിവില്ല എന്നാണ് പറയുന്നത്, സിംപ്ലി. A sorting case with cards on which the names of post towns are printed or written is available at every record office for the purpose of enabling sorting assistant to practice sorting. അതായത് എല്ലാ റെക്കോർഡ് ഓഫീസിലും സോർട്ടിംഗ് കേസുകളുണ്ട്. അവിടെ ഈ കാർഡ്സുകളൊക്കെ ഉപയോഗിച്ച്, ഈ പോസ്റ്റ് ടൗണിൻ്റെയൊക്കെ നെയിം പ്രിന്റ് ആയിട്ടുള്ള കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് സോർട്ടിംഗ് അസിസ്റ്റൻസിന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാരൊക്കെ നെറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ സോർട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാം സോർട്ടിംഗ് അസിസ്റ്റൻസിന്. അതിനുള്ള സംവിധാനം, ഒരു സോർട്ടിംഗ് കേസ് എല്ലാ റെക്കോർഡ് ഓഫീസിലും ഉണ്ട്. As the sorting case is similar in every respect to that used by the set while on duty and is arranged in the same way. അതായത് ഒരു സെറ്റിൽ എങ്ങനെ ഒരു സോർട്ടിംഗ് വർക്ക് നടക്കുന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഈ സോർട്ടിംഗ് കേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക വഴി ആ സോർട്ടിംഗ് അസിസ്റ്റന്റിന് ആ വർക്കിൽ എഫിഷ്യൻസി കൂട്ടാം. പിന്നെ താഴെ പറയുന്നത് സൂപ്രണ്ടിന്, ഇൻസ്പെക്ടറിന്, റെക്കോർഡ് ഓഫീസറിനൊക്കെ ഓർഡർ ഇടാം. ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റിന് പോയിട്ട് റെക്കോർഡ് ഓഫീസിൽ പോയി പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാളുടെ റെസ്റ്റ് ടൈമിൽ അങ്ങനെ ഓർഡർ ഇടാം സൂപ്രണ്ടിന്, ഇൻസ്പെക്ടർ അല്ലെങ്കിൽ റെക്കോർഡ് ഓഫീസറിന്. സപ്ലൈ ഓഫ് സോർട്ടിംഗ് ലിസ്റ്റ് ടു സോർട്ടിംഗ് അസിസ്റ്റൻസ്. സോർട്ടിംഗ് അസിസ്റ്റന്റുകൾക്ക് സോർട്ടിംഗ് ലിസ്റ്റ് സപ്ലൈ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോർട്ടിംഗ് ലിസ്റ്റ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു. എവരി സോർട്ടിംഗ് അസിസ്റ്റന്റ് ഇൻ RMS വിൽ ബി സപ്ലൈഡ് വിത്ത് എ കോപ്പി ഓഫ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ഓഫ് ദ മെയിൽ ഓഫീസ് ടു വിച്ച് ഈസ് അറ്റാച്ച്ഡ് ആൻഡ് വിൽ ബി റിക്വയർഡ് ടു ഗ്രാൻഡ് എ റെസീപ്റ്റ് ഫോർ ഇറ്റ്. എല്ലാ സോർട്ടിംഗ് അസിസ്റ്റന്റുകളും, RMSലുള്ള എല്ലാ സോർട്ടിംഗ് അസിസ്റ്റന്റിനും ഒരു സോർട്ടിംഗ് ലിസ്റ്റിന്റെ കോപ്പി സപ്ലൈ ചെയ്തിരിക്കും ആ മെയിൽ ഓഫീസിന്റെ. അയാൾ ഏത് മെയിൽ ഓഫീസിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവിടുത്തെ മെയിൽ ഓഫീസിലെ സോർട്ടിംഗ് ലിസ്റ്റിന്റെ ഒരു കോപ്പി അയാൾക്ക് എല്ലാ സോർട്ടിംഗ് അസിസ്റ്റന്റിനും സപ്ലൈ ചെയ്തിരിക്കും. ആൻഡ് വിൽ ബി റിക്വയർഡ് ടു ഗ്രാൻഡ് എ റെസീപ്റ്റ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി അയാളൊരു ഒപ്പിട്ട് കൊടുക്കണം. അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈച്ച് സോർട്ടിംഗ് അസിസ്റ്റന്റ് കീപ് ഹിസ് പേഴ്സണൽ കോപ്പി ഓഫ് ദ. അതായത് ആ ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റ് ധർമ്മമാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കോപ്പി ഓഫ് സോർട്ടിംഗ് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത്. ഇൻ കേസ് എ സോർട്ടിംഗ് അസിസ്റ്റന്റ് സറണ്ടേഴ്സ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ദ റെസീപ്റ്റ് വിൽ ബി റിട്ടേൺ ടു ഹിം. അതായത് ഒരു സോർട്ടിംഗ് അസിസ്റ്റന്റ് ആ ഒരു സോർട്ടിംഗ് ലിസ്റ്റ് അത് സപ്ലൈ ചെയ്ത അയാൾക്ക് സപ്ലൈ ചെയ്ത സോർട്ടിംഗ് ലിസ്റ്റ് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റെസീപ്റ്റ് ഒപ്പിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ റെസീപ്റ്റ് അയാൾക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അടുത്ത പറയുന്നത് റെക്കോർഡ് ഓഫീസിന്റെ ഡ്യൂട്ടിയാണ് ഈ സോർട്ടിംഗ് ലിസ്റ്റുകൾ തിരിച്ചു തന്നോ എന്ന് നോക്കുന്നത് ഓരോ ഓഫീഷ്യൽസും ആവശ്യപ്പെടുമ്പോൾ. പിന്നെ ഈ സോർട്ടിംഗ് ലിസ്റ്റുകൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇഫ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ഈസ് ലോസ്റ്റ്, ഒരു രൂപ എ സം ഓഫ് ₹1 ഈസ് റെക്കോർഡ് ഫ്രം ദ ഒഫീഷ്യൽ ആസ് എ നോമിനൽ കോസ്റ്റ് ഓഫ് ദ സോർട്ടിംഗ് ലിസ്റ്റ് ബിഫോർ എ ന്യൂ കോപ്പി ഈസ് സപ്ലൈഡ്. അതായത് സോർട്ടിംഗ് ലിസ്റ്റ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ₹1 മേടിച്ചിട്ട് പുതിയ ഒരെണ്ണം ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അടുത്ത മെറ്റൽ ടോക്കൺസ്. എ മെറ്റൽ ടോക്കൺ ഓഫ് ഓതറൈസ്ഡ് ടൈപ്പ് മസ്റ്റ് ബി ക്യാരിഡ് by all RMS officials other than supervising officers
who travel on duty in a vehicle or compartment reserved for the post office. അതായത് മെറ്റൽ ടോക്കൺ എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടുള്ള ഒരു ടോക്കൺ. അത് ഈ നമ്മുടെ RMS ഒഫീഷ്യൽസ് എല്ലാം ഉള്ളതാണ്, അത് കൊടുക്കുന്നതാണ്. RMS ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർവൈസിങ് ഒഫീഷ്യൽസ് അല്ലാതുള്ള എല്ലാ RMS ഒഫീഷ്യൽസിനും കൊടുക്കുന്നതാണ്. ഈ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകളിൽ ട്രാവൽ ചെയ്യുന്നവർ, പിന്നെ ഹു ഹാവ് ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം ഫോർ എക്സ്ചേഞ്ച് ഓഫ് മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യേണ്ടി വരുന്നവർ, in order to show their right to be present in the mail van or reserved compartment or on the platform. അവരുടെ ആ റൈറ്റ് കാണിക്കാൻ, അവർക്ക് ആ വാനിൽ കയറാനുള്ള അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ കയറാനുള്ള ആ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ കയറാനുള്ള റൈറ്റാണത് ഈ മെറ്റൽ ടോക്കൺ എന്ന് പറയുന്നത്. As all record officers, sorting assistants, mail guards and Group D officials of the RMS may at any time be required to travel in the mail van or reserved compartment or to enter the platform exchange of mails. They will each be supplied with a metal token which must be shown or demand to railway guards and ticket examiners. അതായത് ഈ റെക്കോർഡ് ഓഫീസേഴ്സ്, സോർട്ടിംഗ് അസിസ്റ്റൻസ്, മെയിൽ ഗാർഡുകൾ, ഗ്രൂപ്പ് ഡി, ഇതൊക്കെ ഈ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മെയിൽ വാനിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റർ ചെയ്യേണ്ടി വരും, പ്ലാറ്റ്ഫോമിൽ എൻ്റർ ചെയ്യേണ്ടി വരും ഈ മെയിലിൻ്റെ എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെറ്റൽ ടോക്കൺ അവർക്ക് നൽകിയിരിക്കും ഇങ്ങനെയുള്ളവർക്കെല്ലാം. അത് ഈ റെയിൽവേ ഗാർഡുകൾ, ടിക്കറ്റ് എക്സാമിനേഴ്സൊക്കെ ചോദിക്കുമ്പോൾ കാണിക്കണം. The tokens are the property of government and are supplied from the stock depot to the head record office. അതായത് ഈ ടോക്കൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അത് സ്റ്റോക്ക് ഡിപ്പോയിൽ നിന്ന് HR ഹെഡ് റെക്കോർഡ് ഓഫീസിലേക്ക് സപ്ലൈ ചെയ്യപ്പെടും. The head record officer issues tokens to the officials attached to his office and supplies them to record and sub-record officers. Head record ഓഫീസിൻ്റെ ഹെഡായിട്ടുള്ള ഹെഡ് റെക്കോർഡ് ഓഫീസർ ഈ കിട്ടിയ ടോക്കൺസ് എല്ലാം ഒഫീഷ്യൽസിന്, ബാക്കിയുള്ള ഒഫീഷ്യൽസിന് ഡിസ്ബേഴ്സ് ചെയ്യും. അത് ഇപ്പോൾ റെക്കോർഡ് ഓഫീസിന് അയച്ചു കൊടുക്കും, സബ് റെക്കോർഡ് ഓഫീസിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ള ഒഫീഷ്യൽസിന് പോകും. Every official to whom a token is issued is required to grant a receipt for it. അപ്പോൾ നേരത്തെ സോർട്ടിംഗ് ലിസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞ കണക്ക് കിട്ടുന്ന ഈ മെറ്റൽ ടോക്കൺ കിട്ടുന്ന എല്ലാ ഒഫീഷ്യലുകളും ഒരു റെസീറ്റ് കൊടുക്കണം. The holder must always retain possession of his token and wear it when on duty and he will be held responsible for the loss. അതായത് എല്ലാ ഈ മെറ്റൽ ടോക്കണിൻ്റെ ഹോൾഡർ അത് ഡ്യൂട്ടിയിൽ സമയത്ത് അത് ധരിക്കണം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടാലോ മിസ്യൂസ് ചെയ്യപ്പെട്ടാലോ അതിൻ്റെ ഉത്തരവാദി ആ ഹോൾഡർ തന്നെ ആയിരിക്കും, ആ മെറ്റൽ ടോക്കണിൻ്റെ ഹോൾഡർ തന്നെ ആയിരിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. He is also required to produce it for identification before his monthly salary can be disbursed to him. അതായത് ഈ സാലറി ഒക്കെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഹാജരാക്കേണ്ടി വരും. If when called upon to produce the token, the holder does not do so, the renders himself liable to the same penalty as if he had lost it. അതായത് മെറ്റൽ ടോക്കൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, പക്ഷേ അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നഷ്ടപ്പെട്ടതായിരിക്കില്ല, പക്ഷെ അത് നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ട് അതിൻ്റെ പെനാൽറ്റി മേടിക്കുന്നുണ്ട്, അത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഹോൾഡർ ഓഫ് എ ടോക്കൺ ഗോസ് ഓൺ ലീവ് ട്രാൻസ്ഫേർഡ് ടു ദ കൺട്രോൾ ഓഫ് അനദർ റെക്കോർഡ് ഓഫീസ് ഓർ ഡിവിഷൻ ഓർ ക്വിറ്റ്സ് സർവീസ്. അതായത് ഒരു മെറ്റൽ ടോക്കണിൻ്റെ ഹോൾഡർ ലീവിന് പോകുന്നു, ട്രാൻസ്ഫർ ആയി പോകുന്നു, വേറൊരു റെക്കോർഡ് ഓഫീസ് അല്ലെങ്കിൽ ഡിവിഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകുന്നു, ഡിസ്മിസിൽ അടിച്ചു പോകുന്നു, റിട്ടയർമെൻറ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ മെറ്റൽ ടോക്കൺ ഹി ഷുഡ് റിട്ടേൺ ദ ടോക്കൺ ടു ദ റെക്കോർഡ് ഓഫീസർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ റെസീറ്റ് ഗ്രാൻഡഡ് ഫോർ ഇറ്റ്. അതായത് അയാൾ ആ മെറ്റൽ ടോക്കൺ തിരിച്ചു കൊടുക്കണം റെക്കോർഡ് ഓഫീസറിന്, ആ റെസീറ്റ് തിരിച്ചു കിട്ടും ആ സമയത്ത്, ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ റെസീറ്റ് ഗ്രാൻഡഡ് ഫോർ ഇറ്റ്. The holder loses his metal token, he must immediately report the fact to the record officer who will issue a new token to him and submit a record to the superintendent. അതായത് ഒരു മെറ്റൽ ടോക്കണിൻ്റെ ഹോൾഡറിന് ആ ടോക്കൺ കളഞ്ഞു പോവാണ്, അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം ആ കാര്യം പെട്ടെന്ന് തന്നെ റെക്കോർഡ് ഓഫീസിനെ അറിയിക്കണം. റെക്കോർഡ് ഓഫീസർ ഒരു പുതിയ ടോക്കൺ അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യും, പക്ഷേ ഒരു റിപ്പോർട്ട്, ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സൂപ്രണ്ടിന് സമർപ്പിക്കും. ദ ഹോൾഡർ വിൽ ആൾസോ ഹാവ് ടു മേക്ക് ഗുഡ് ഡ്യൂസ്, അതായത് ഇതിന് പെനാൽറ്റി അടക്കണം എന്നാണ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന് ഈ നഷ്ടപ്പെട്ടതിന്. റിലാക്സേഷൻ ഓഫ് വർക്ക് ഓൺ സൺഡേസ് ആൻഡ് പോസ്റ്റൽ ഹോളിഡേയ്സ്. സൺഡേസിലും പോസ്റ്റൽ ഹോളിഡേയ്സിലുള്ള വർക്കിൻ്റെ റിലാക്സേഷൻ കുറവ്, അത് റെക്കോർഡ് ഓഫീസിലാകുമ്പോഴത്തേക്കും മേ ബി എവൻ്റലി ക്ലോസ്ഡ് ആയിരിക്കും റെക്കോർഡ് ഓഫീസ്. പിന്നെ അഡിക്വേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ് ഫോർ അർജൻറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റുള്ള അത്യാവശ്യമുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇൻ ദ മെയിൽ ഓഫീസിലാണെങ്കിൽ എക്സെപ്റ്റ് ദ സെയിൽ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് ആൻഡ് പോസ്റ്റൽ സ്റ്റേഷനറി
നോ ബിസിനസ് വിൽ ബി ഡൺ വിത്ത് ദ പബ്ലിക്. അതായത് ഈ പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ വിൽപ്പന, പോസ്റ്റൽ സ്റ്റേഷനറി വിൽപ്പന, അതല്ലാതെ വേറെ വലിയ പരിപാടികളൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നു. ഓൺ സൺഡേസ് ആൻഡ് പോസ്റ്റൽ ഹോളിഡേയ്സ് ദർ വിൽ ബി നോ ഡിസ്പാച്ചസ് ടു ദ പോസ്റ്റ് ഓഫീസ്. ഈ സൺഡേസിലും പോസ്റ്റൽ ഹോളിഡേയ്സിലും പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഒരു ഡിസ്പാച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് MDW. ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ ഡിവിഷനിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു MDW. അതിവിടെയും പറയുവാണ് RMSൻ്റെ കേസിൽ. MDW എന്ന് പറയുന്നത് ഇന്ന വർക്ക് ഇന്ന ആൾ ചെയ്യണമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നത്. ദ മെമ്മോറാണ്ടം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഈസ് ഇഷ്യൂഡ് ബൈ ദ സൂപ്രണ്ട് വെൻ മോർ ദാൻ വൺ ഒഫീഷ്യൽ വർക്ക് ഇൻ ആൻ ഓഫീസ് ഓർ എ സെക്ഷൻ. അപ്പോൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ ഒന്നിൽ കൂടുതൽ ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്രണ്ട് അവിടേക്ക് ഒരു മെമ്മോറാണ്ടം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഇഷ്യൂ ചെയ്യും. ഇറ്റ് സ്പെസിഫൈസ് ദ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ബൈ ഈച്ച് ഒഫീഷ്യൽ. അത് എന്തൊക്കെ പറയുന്നു, അതിനകത്ത് എന്തൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു, ഓരോ ഒഫീഷ്യലും പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടികളും, അറ്റൻഡൻസ് അവേഴ്സ് ഓഫ് സെറ്റുകളിലുള്ള അറ്റൻഡൻസ് അവേഴ്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്ഷൻ വിച്ച് വർക്ക്സ് ബൈ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്റ്റേഷൻ, ആൾസോ ദ അവർ അറ്റ് വിച്ച് ദ സെറ്റ് ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ സ്റ്റേഷൻ. അതായത് സെക്ഷൻ്റെ കേസിലാണെങ്കിൽ, സെക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, സെക്ഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ട്രെയിനിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റിനെ ഓർത്തോണം, അതങ്ങ് മനസ്സിൽ തയ്യാറാക്കിക്കോണം സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ സെക്ഷൻ്റെ കേസിലാണെങ്കിൽ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അവിടെ ഒരു സെക്ഷനിലെ സ്റ്റാഫുകൾ സ്റ്റേഷനിൽ പ്രസൻ്റ് ആവേണ്ട സമയം, ദ അവർ അറ്റ് വിച്ച് ദ സെറ്റ് ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ സ്റ്റേഷൻ. ഇൻ ദ കേസ് ഓഫ് റെക്കോർഡ് ഓഫീസ്, റെക്കോർഡ് ഓഫീസിൻ്റെ കേസിലുള്ള MDW, ദ മെമ്മോറാണ്ടം ഷുഡ് സ്പെസിഫൈ, അല്ല എന്തൊക്കെ പറഞ്ഞിരിക്കും, ദ അവേഴ്സ് ഡ്യൂറിംഗ് വിച്ച് ദ റെക്കോർഡ് ഓഫീസർ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദ ഓഫീസ്. ഓഫീസിൽ റെക്കോർഡ് ഓഫീസർ എത്തേണ്ട സമയം, ദ വർക്ക് ഹീ ഈസ് ടു ഡു ഇൻ ദ ഓഫീസ്, അദ്ദേഹം ഓഫീസിൽ ചെയ്യേണ്ട വർക്കുകൾ, ദ ട്രെയിൻസ് ഹീ ഈസ് റിക്വയർഡ് ടു അറ്റൻഡ് ആൻഡ് ദ വർക്ക് ടു ബി ഡൺ ബൈ ഹിം ഓൺ ദ പ്ലാറ്റ്ഫോം. അതായത് അദ്ദേഹം അറ്റൻഡ് ചെയ്യേണ്ട എത്തേണ്ട ട്രെയിൻ, ഏതൊക്കെ ട്രെയിനുകളിലാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിന് വേണ്ടി എത്തേണ്ടത്, അവിടെ ചെയ്യേണ്ട ജോലി. The record officer will initially prepare the memorandum of distribution of work and forward it to the superintendent. റെക്കോർഡ് ഓഫീസറാണ്, പക്ഷേ ഈ ഒരു MDW ആദ്യം പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് എ സോർട്ടിംഗ് മെയിൽ ഓഫീസ്, ഇപ്പം നമ്മൾ റെക്കോർഡ് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു, ഇനി സോർട്ടിംഗ് മെയിൽ ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു MDW എങ്ങനെ വരും? ദ മെമ്മോറാണ്ടം ഷുഡ് ഷോ ഇൻ ഡീറ്റെയിൽ ഫോർ ഈച്ച് സോർട്ടിംഗ് അസിസ്റ്റന്റ് ദ ബാഗ്സ് ദ കണ്ടൻസ് ഓഫ് വിച്ച് ഷുഡ് ബി എക്സാമിൻഡ്. അതായത് ഓരോ സോർട്ടിംഗ് അസിസ്റ്റന്റുകളും കൈകാര്യം ചെയ്യേണ്ട ബാഗുകളിലെ കണ്ടന്റുകൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആൻഡ് പാക്ഡ് ബൈ ഹിം. അതായത് ഇങ്ങനെയുള്ള ബാഗിലെ കണ്ടന്റുകൾ എക്സാമിൻ ചെയ്യേണ്ട കാര്യം, പാക്ക് ചെയ്യേണ്ട കാര്യം. The examination of more important bags being assigned to the senior sorting assistants of the set, including the head sorting assistants. അതായത് ഈ സീനിയർ സോർട്ടിംഗ് അസിസ്റ്റന്റിന് കുറച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഗുകൾ എക്സാമിൻ ചെയ്യാനുള്ള ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അത് HSA ഉൾപ്പെടെയാണ് ആ ഒരു ഡ്യൂട്ടി ഉള്ളത്, സീനിയർ സോർട്ടിംഗ് അസിസ്റ്റൻസിനും പിന്നെ HSAക്കും ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. The inspector will initially prepare the memorandum of distribution of work of the mail office or section and forward to the superintendent. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇൻസ്പെക്ടറാണ് ആദ്യം ഇത് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു MDW, എന്നിട്ട് അത് സൂപ്രണ്ടന്റിന് അയച്ചു കൊടുക്കും ഫോർ അപ്രൂവൽ. ഇൻ ദ കേസ് ഓഫ് എ സെക്ഷൻ്റെ കേസിൽ പറയാണ് മെമ്മോറാണ്ടം ഷോ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഓഫ് ദ ബാഗ് ഇൻ ദ വാൻ. അതായത് വാനിൽ എങ്ങനെയൊക്കെ ഈ പ്രോപ്പറായിട്ട് ബാഗുകൾ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യം അത് പറഞ്ഞിരിക്കും. ദ അറേഞ്ച്മെന്റ് ഷുഡ് ബി സച്ച് as to secure an even distribution of the bulk of the weight over the surface of the van in order that the strain may not rest on any particular portion or portions of the vehicle. അതായത് അറേഞ്ച്മെന്റുകൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ടുള്ള വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ഈ ഒരുപാട് ബൾക്ക് വെയിറ്റ് ആ വാഹനത്തിൻ്റെ ഒരു പോർഷനിൽ വരാതെ അത് യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കും. ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ KGTB പ്രിസ്ക്രൈബ്ഡ് ഷുഡ് ആൾസോ ബി സ്പെസിഫൈഡ്. KGTB എന്ന് പറയുന്നത് ഈ ഒരുപാട് ബാഗുകൾ ഒരു സ്ഥലത്തേക്കുണ്ട്, അത് ചിലപ്പോൾ അവർ ആ ട്രെയിൻ യാത്രയുടെ അവസാനത്തെ സ്റ്റേഷനിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അത്രയും ബാഗുകൾ ഈ ബാക്കിയുള്ള ബാഗിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രത്യേക ഒരു സെക്ഷനായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി എടുത്താൽ മതിയോ. അപ്പോൾ ആ ഒരു കാര്യമാണ് സിമ്പിളി KGTB എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ KGTBയുടെ കാര്യവും ഈ MDW പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി ഫോർ സെയിൽ. ഈ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, സ്റ്റേഷനറികളൊക്കെ
വിൽക്കുന്ന കാര്യമാണ് പറയുന്നത്, അതിൻ്റെ വിൽപ്പനയുടെ കാര്യമാണ് പറയുന്നത്. എവരി മെയിൽ ഓഫീസ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റോക്ക് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി. അതായത് എല്ലാ മെയിൽ ഓഫീസുകളും ഒരു സ്റ്റോക്ക് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് സ്റ്റേഷനറികളൊക്കെ സപ്ലൈ ചെയ്തിരിക്കും. ഇൻക്ലൂഡിങ് ഈ എംപോസ്ഡ് എൻവലപ്പുകൾ, ഇല്ലലെറ്റർ കാർഡുകൾ, പോസ്റ്റ് കാർഡുകൾ ഫോർ സെയിൽ ടു ദ പബ്ലിക്, ആൾക്കാർക്ക് വിൽപ്പനയ്ക്ക് പബ്ലിക്കിന്. And the head sorting assistant, or in the case of a transit mail office, the mail agent or mail guard is responsible that a sufficient stock of postage stamps of all kinds in demand is maintained in the office. അതായത് ഈ മെയിൽ ഓഫീസിൻ്റെ കേസിൽ, മെയിൽ ഓഫീസിൻ്റെ കേസിൽ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റും പിന്നെ ട്രാൻസിറ്റ് മെയിൽ ഓഫീസിൻ്റെ കേസിൽ മെയിൽ ഏജൻറ്റ് ഓർ മെയിൽ ഗാർഡും ആണ് അവരവരുടെ ഓഫീസിന് വേണ്ട മതിയായ സ്റ്റോക്ക് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് വരുത്തി വയ്ക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ട്രാൻസിറ്റ് മെയിൽ ഓഫീസ് ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചതാണ്. മെയിൽ ഓഫീസസ് ആർ ഓഫ് ടു കൈൻഡ്സ്: സോർട്ടിംഗ് മെയിൽ ഓഫീസ്, ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്. ഈ ട്രാൻസിറ്റ് മെയിൽ ഓഫീസിൻ്റെ ഇൻചാർജുകളാണ് മെയിൽ ഏജൻറ്റ് ഓർ മെയിൽ ഗാർഡ്. മെയിൽ ഏജൻറ്റ് ഓർ മെയിൽ ഗാർഡ് ഈസ് ഇൻ ചാർജ് ഓഫ് ദിസ് യൂണിറ്റ്, ട്രാൻസിറ്റ് മെയിൽ ഓഫീസ്. A branch of RMS where closed bags are received and dispatched. Sorting of letters is not done in this unit. അതായത് ട്രാൻസിറ്റ് മെയിൽ ഓഫീസിൽ ക്ലോസ്ഡ് ബാഗ്സ് ആണ് അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, സോർട്ടിങ് നടക്കുന്നില്ല. അവർ ഡീൽ ചെയ്യുന്ന ഓൺലി ക്ലോസ്ഡ് ബാഗ്സുമായിട്ടാണ്. അപ്പോൾ ആ എമ്മോയുടെ കേസിൽ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റും ട്രാൻസിറ്റ് മെയിൽ ഓഫീസിൻ്റെ കേസിൽ ഈ മെയിൽ ഏജൻ്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡുമാണ് റെസ്പോൺസിബിൾ സ്റ്റാമ്പിൻ്റെ സഫീഷ്യൻറ്റ് സ്റ്റോക്കിന്. The amount to be held in postage stamps or stationery by each mail office is fixed by the superintendent. അതായത് ഓരോ മെയിൽ ഓഫീസും വെച്ചിരിക്കേണ്ട പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ എമൗണ്ട് പിന്നെ സ്റ്റേഷനറികളുടെ എമൗണ്ട് അതൊക്കെ ഫിക്സ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ സൂപ്രണ്ട്. ആൻഡ് സ്റ്റാമ്പ്സ് ദാറ്റ് എമൗണ്ട് വിൽ ഇൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബി സപ്ലൈഡ് റെക്കോർഡ് ഓഫീസ് ആപ്ലിക്കേഷൻ ബൈ ദ യൂണിവേഴ്സ് സ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസസ്. അതായത് ഈ സ്റ്റാമ്പ് ആവശ്യം വരുമ്പോഴത്തേക്കും ആദ്യം സപ്ലൈ ചെയ്ത് കൊടുക്കുക റെക്കോർഡ് ഓഫീസിലേക്കാണ്, പിന്നെ അവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. Postage stamps are to be kept in the office safe. ഓഫീസ് സേഫിൽ വെക്കണം പോസ്റ്റേജ് സ്റ്റാമ്പുകളൊക്കെ. ബട്ട് ഇൻ ഓർഡർ ടു സേവ് ദം ഫ്രം ഡാമേജ് ദേ ഷുഡ് ബി ഫസ്റ്റ് പുട്ട് ഇൻ ദ സ്റ്റാമ്പ്സ് കേസ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റൽ ഡിവിഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാമ്പുകളുടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാമ്പ് കേസിലൊക്കെ ഇട്ട് വെക്കണം. ഈ സ്റ്റാമ്പ് കേസ് എന്ന് പറയുന്ന 2 ബോക്സ് ഉണ്ടാവും അതിനകത്ത്. സ്റ്റാമ്പ് കേസിൽ അതിൽ ഇന്നർ ബോക്സ്, ഔട്ടർ ബോക്സ്. The inner box marked daily stock is intended for the stamps etc. required for a day's or half a day's sales, and the outer box marked reserve stock for the remainder of the supply held by the office. അതായത് അതിനകത്ത് 2 ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ സ്റ്റാമ്പ് കേസിന്. അതിനകത്ത് ഡെയിലി സ്റ്റോക്കിനുള്ള ബോക്സും ഉണ്ട്, റിസർവ് സ്റ്റോക്ക് ഉണ്ട്. ഡെയിലി സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള സ്റ്റാമ്പുകൾ എടുത്ത് വെക്കുന്നത്. റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള അവിടെ അങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് അത്യാവശ്യമുള്ള എടുത്ത് മാറ്റിയിട്ട് ഡെയിലി സ്റ്റോക്കിൽ വയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടെ അവിടെ എടുത്തിടേണ്ട ആവശ്യമില്ല. ഡെയിലി നമുക്ക് അന്നന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പ്രത്യേകം മാറ്റി ഒരു ബോക്സിൽ വെച്ചിരിക്കും, ഇന്നർ ബോക്സ് ഡെയിലി സ്റ്റോക്കിൽ. ബാക്കിയുള്ളതൊക്കെ റിസർവ് സ്റ്റോക്കിൽ ഇരിക്കും എന്ന് പറയുന്നത്. The official who is entrusted with the work of sale of stamps should write down in his rough notebook the various denominations of unsold postage stamps, stationery etc. അതായത് ഈ സെയിൽ ഓഫ് സ്റ്റാമ്പ് വിൽക്കാൻ നിയോഗിച്ചിട്ടുള്ള ആളുണ്ടല്ലോ, ആ ഒഫീഷ്യൽ അദ്ദേഹത്തിൻ്റെ റഫ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം ഈ അൺസോൾഡ് ആയിട്ടുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, അതിൻ്റെ ഡിനോമിനേഷൻസ്, സ്റ്റേഷനറികളുടെ ഡീറ്റെയിൽസ്, ആൻഡ് ദ ക്യാഷ് അറ്റ് ദ ക്ലോസ് ഓഫ് വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ സെറ്റ് ആൻഡ് സൈൻ ദ സെയിം. അതായത് പിന്നെ അത് ക്യാഷ് വർക്കിംഗ് അവേഴ്സ് ക്ലോസ് ആകുമ്പോഴുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് ചെയ്തിട്ട് സൈൻ ചെയ്യുമെന്ന് പറയുന്നു. ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് ഷുഡ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദീസ് ഐറ്റംസ് ആൻഡ് സൈൻ ഇൻ ടോക്കൺ ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ദീസ് എൻട്രീസ്. ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യണം, അത് കറക്റ്റാവും ചെക്ക് ചെയ്യണം, എന്നിട്ട് അതിന് ടോക്കണായിട്ട് ഇനിഷ്യൽ ചെയ്യണം. നോ അൺഅറ്റസ്റ്റഡ് കറക്ഷൻ ഓഫ് എനി ഫിഗേഴ്സ് ഈസ് പെർമിസിബിൾ. അതായത് അറ്റസ്റ്റ് ചെയ്യാത്ത ഒരു കറക്ഷൻസും ഈ ഫിഗേഴ്സിൽ പറഞ്ഞല്ലേ, ഈ ഫിഗേഴ്സ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണമെന്ന്, അതിനകത്തൊന്നും കറക്ഷൻസ് വരുത്താൻ പാടില്ല. അഥവാ കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതിനകത്ത് അത് അറ്റസ്റ്റ് ചെയ്തിരിക്കണം വിത്ത് അറ്റസ്റ്റ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.